നമസ്കാരം. മനുഷ്യരഞ്ജിത്താണ്. നമുക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ വെയിറ്റിംഗ് ഷെഡോ ചായക്കടയോ കടത്തിണ്ണയൊക്കെ കിട്ടും. നമുക്ക് ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിക്കാനും പറ്റും. നമ്മളിപ്പോൾ കൊക്കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. എന്താണ് കൊക്കോതമംഗലം, അല്ലെങ്കിൽ കൊക്കോതമംഗലം എന്നുള്ള പേരിൻ്റെ കാര്യം എന്താണ് എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കാണല്ലോ നമ്മുടെ ജോലി. അപ്പോൾ ഒന്നിപ്പോൾ വെയിറ്റിംഗ് ഷെഡിൽ ഒരു ശ്രീമാരേട്ടൻ, അദ്ദേഹം ഒറ്റ ഇങ്ങനെ ഇരിക്കുന്നു. കാര്യം ചോദിച്ചപ്പോൾ ഏകദേശം ധാരണയുള്ളൊരു മനുഷ്യനാണെന്ന് മനസ്സിലായി. കൊക്കോതമംഗലം നിവാസിയാണ് അല്ലേ? എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തിരുന്നു? KSRTC-യിലായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി. ഇപ്പോൾ വിശ്രമ ജീവിതമാണോ? വേറെ എന്തെങ്കിലും? രാഷ്ട്രീയമൊക്കെ ഉണ്ട്. ഏത്? അപ്പോൾ അത്യാവശ്യം നാടുമായിട്ടും ബന്ധമൊക്കെ ഉണ്ടാവും ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളാകുമ്പോൾ അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ കൊക്കോതമംഗലം എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളൊരു കൗതുകമുള്ളൊരു കാര്യമായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതെനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. എങ്ങനെയാണ് കൊക്കോതമംഗലം ആകുന്നത്? കോതറാണി ഭരിച്ചിരുന്നത് കൊണ്ട് ഈ നാട് കൊക്കോതമംഗലമായി. കോതറാണി ഭരിച്ച ഒരു നാടായതുകൊണ്ട് അത് കൊക്കോതമംഗലമായി അങ്ങനെ മാറിയത്. കോതറാണിയെ കുറിച്ച് പറയുമ്പോൾ ഒരു പാരമ്പര്യമുള്ളത് പുലയ സമുദായത്തിൻ്റെ. അതെ അതെ, ദളിത് അവരുടെ ഒരു വിഭാഗക്കാരുടെ ഒരു രാജാവായിരുന്നു. അങ്ങനെ ഈ പ്രദേശം മൊത്തവും ഏറെക്കുറെ ഈ ഗ്രാമം ഒത്തിരി അവരുടെ ആൾക്കാരാണ്. ഇപ്പോഴും അവരുടെ ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ പക്ഷേ അവിടെ ഈ നാട് ഭരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ നാട്ടിൽ ആ സമുദായം മാത്രമല്ല, എല്ലാ സമുദായക്കാരും കാണും. എല്ലാ സമുദായക്കാരുണ്ടെങ്കിലും പ്രാതിനിധ്യം കൂടുതൽ അവർക്കാണ്. ഇപ്പോഴും നമ്മളെ ഈ കൊക്കോതമംഗലം എന്ന് പറഞ്ഞാൽ കൊക്കോതമംഗലം ഒരു വലിയ പ്രദേശമാണ്, ഒരു മുറിയാണ്. വലിയൊരു എവിടെ ചെന്നാലും കൊക്കോതമംഗലം മുറി ആണ്. അത് അഴീക്കോട് വരെ പോകും. അത് കൊക്കോതമംഗലം മുറിയായിട്ടുണ്ട്. അപ്പോൾ ഈ പുലയ റാണി എന്ന് പറയുമ്പോൾ ഒന്നാമത് അന്നത്തെ കാലത്ത് റാണിമാരില്ല, എല്ലാവരും രാജാക്കന്മാരേ ഉള്ളൂ. അതിൽ തന്നെ എപ്പോഴും നല്ല ഉയർന്ന സമുദായത്തിൽപ്പെട്ടവരാണ് രാജകുടുംബം, രാജ പരമ്പരകളെന്ന് പറയുന്നത്. അവിടെ എങ്ങനെ ഒരു ദളിത് സമുദായത്തിൽ ഒരു റാണി ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. ഒന്നും നമുക്കിങ്ങനെ നമ്മളെ പൂർവികരിങ്ങനെ പറഞ്ഞു തന്നുള്ള കാര്യങ്ങളെ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ അതിൻ്റെ ഏതൊക്കെ ശേഷിപ്പുകൾ അന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കാലത്ത്? അതെന്തെങ്കിലും അല്ല, അതിൻ്റെ ആ ഭരണം നടന്നതിൻ്റെ കൊട്ടാരവും അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടായിരുന്നു. നമ്മളെയൊക്കെ കൊച്ചുനാളിൽ നമ്മൾ ഒരു കൊറ്റാമല കുന്നാണത്. ആ കുന്നിൻ്റെ മണ്ടയിൽ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ ചുറ്റുമതിലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ആൾക്കാർ കൈയടക്കി അതൊക്കെ പോയി, പലരുടെയും കയ്യിലായി പോയി ഇടിച്ച് വേറെ കൃഷിക്കാരും ഒക്കെ. ഇപ്പം അത്തരം സാധനങ്ങളൊന്നും പറയാനേ എന്തെങ്കിലും ഒരു ശേഷിപ്പായിട്ട് നമുക്ക് എടുക്കാനില്ല. ഒന്നുമില്ല. പിന്നെ ഒരു മതിലിൻ്റെ വെട്ടുകല്ലുണ്ട്, ഒരു മതിലിൻ്റെ ഒരു അവശിഷ്ടം അങ്ങനെ അവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതെ അതെ, അത് ഉറപ്പില്ല. ഇപ്പം ഈ പുലയനാർ കോട്ട എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുണ്ടല്ലോ, ഉള്ളൂർ. അപ്പോൾ അതും ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ? ഒരു ബന്ധവുമില്ല. ഇല്ല, അത് വേറെയാണ്. അത് വേറെ അതെന്താണെന്ന് വല്ല ധാരണയുണ്ടോ? അതിൻ്റെ ഒന്നും അറിയില്ല. ഇതിങ്ങനെയാണ്. പിന്നെ ഇവരുടെ ഒരു കൈനോട്ടക്കാരി കുറിഞ്ചി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൈനോട്ടക്കാരി ആ കാലത്ത് ഒരു പുറത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ താമസിച്ചിരുന്നത് ഈ കുറിഞ്ചിലക്കോട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത്. അങ്ങനെയാണ് കുറിഞ്ചിലക്കോടായത്, കുറിഞ്ചിയുടെ ഇല്ലം. അത് കുറിഞ്ചിലക്കോടെയും താമസിക്കുന്നതിന് ഇല്ലെന്ന് തന്നെ പറയുന്നത്. അങ്ങനെയാണ് കുറിഞ്ചി ഇല്ലം കാട് കുറിഞ്ചിലങ്കോടായി മാറി. അത് എവിടെ? അടുത്ത് തന്നെ, അടുത്ത നിമിഷം. അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു മുണ്ടേലയാണ്. ഈ മുണ്ടേല അതിനെക്കുറിച്ച്, ആ പേര് വന്നതിനെക്കുറിച്ച് എന്തെങ്കിലും? അപ്പോൾ എന്തായാലും ഈ നാട്ടിൽ അങ്ങനെ ഒരു പാരമ്പര്യമുള്ളൊരു നാടാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാകുമ്പോൾ എല്ലാവരും ഒരു തുല്യരെ കാണുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരാളാകുമ്പോഴത്തേ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേ നിങ്ങൾക്കൊക്കെ അത് ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അത് നല്ലതായിട്ടാണോ, അതിനേത് രീതിയിലാണ് എടുത്ത് കാണുന്നത്? അല്ല, സാമുദായിക വേർതിരിവില്ലാതെ. പൊതുവെ ഈ സ്ഥലത്ത് പണ്ടേ നമ്മുടെ ഈ സമുദായ വേർതിരിവില്ലാതെ എല്ലാ കൊച്ചുനാളിൽ വരെ ഇവിടെ അങ്ങനെ അത്തരം ഒരു കീഴ്വഴക്കങ്ങൾ ഉണ്ടായിട്ടില്ല. എൻ്റെ ഉയർന്ന സമുദായക്കാർക്ക് അവരെ ഒരു നല്ല രീതിയിലാണ് കൈകാര്യം. വർഷങ്ങൾക്ക് മുമ്പേ നല്ല ഒരു ഇത് ഈ കൊക്കോതറാണിയുടെ കാലഘട്ടം ഏതാണെന്ന് വല്ല ധാരണ ഉണ്ടോ? അതിനെക്കുറിച്ച് അതാണ് ഇതിൻ്റെ കുറച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ സാറ് കുറച്ച് ഇത് പഠിച്ചതാണ്. അദ്ദേഹം എപ്പോഴായിരിക്കും ഉണ്ടാവുക? വൈകുന്നേരത്ത് വന്നാൽ സാർ ഇപ്പോൾ ഒരു ക്ലാസ്സിന് പോയിരിക്കുകയാണ്. വൈകുന്നേരത്ത് വന്നാൽ ഇതിൻ്റെ
ഇതിൻ്റെ ഒരു വിശദമായി കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. പഠിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഈ നാട്ടിൽ എങ്ങനെയുണ്ട് നാടിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ? ഇവിടെ ഈ നാട് കോതമംഗലം നാട് നല്ല നാട്. എന്തായാലും സ്വന്തം നാട് മോശമാണെന്ന് പറയില്ല. അങ്ങനെയല്ല, ഇവിടെ കൃഷിയാണ് നമ്മുടെ നാടിന്. കൃഷികാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തു പോകുന്നത്. ഇവിടെ സമുദായ ശ്രദ്ധയൊന്നുമില്ല. എല്ലാവരും സഹോദരന്മാരെ പോലെ, സഹോദരന്മാരെ പോലെ. പ്രധാനമായിട്ടും തിരുവനന്തപുരത്തോട്ടാണ് ആളുകൾ കൂടുതൽ കണക്ഷൻ ഉണ്ടാകുന്നത്. ഇവിടെ അതോ നെടുമങ്ങാട്? തിരുവനന്തപുരം, നെടുമങ്ങാട്, അതൊക്കെയാണ് അടുത്ത പട്ടണങ്ങൾ. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം. അപ്പം ഞങ്ങളുടെ ഈ യാത്ര എന്ന കളിക്കുള്ളവർ ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്താണ് നെടുമങ്ങാടിനടുത്ത് കൊക്കോതമംഗലത്താണ്, വെള്ളനാട് കഴിഞ്ഞ് കൊക്കോതമംഗലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എത്തിയപ്പോഴാണ് ഇതുപോലെ ചേട്ടൻ കൊക്കോതമംഗലം എന്നുള്ള പേരിനൊരു കൗതുകം, അതിനെക്കുറിച്ചൊന്ന് കേട്ടിരുന്നു വരുന്ന വഴി. അപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ അറിയണമെന്ന് തോന്നി. അത് അറിയാൻ പറ്റി. നമുക്ക് ഇനിയും അറിയണമെങ്കിൽ ഒരാളുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആരുടെയും അദ്ദേഹത്തിനെ തപ്പും. ഒരു കവിയാണ്. അതെ അതെ, കവി കുറുഞ്ചലക്കോട് ബാലേന്ദ്രൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് കിട്ടിയാൽ സൗകര്യം നോക്കാം. നമ്മൾ യാത്ര ചെയ്ത് പോവില്ലേ, ഒരാൾക്ക് വേണ്ടി കൂടുതൽ സമയം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നോക്കാം ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും സന്തോഷം സാർ, നാടിനെ കുറിച്ച് കുറച്ചത്രയും പങ്കുവെച്ചാൽ. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇച്ചിരി നേരം കാറ്റ് കൊണ്ടുകൊണ്ട് വിട്ടിരിക്കുക. കാരണം ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ടുള്ളൊരു ക്ഷീണ സമയമാണ്. എല്ലാവരും ഇത് കാണുമ്പോഴേ ഇതുപോലെ ഓരോ നാടിനെക്കുറിച്ചോ നാട്ടുകാരെ കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഇട്ടേരെ. നമുക്ക് അതൊന്ന് പരിഗണിക്കാം അടുത്ത പ്രാവശ്യം യാത്രയിൽ. നാളെ